MRPയുടെ ലേബലിങ്ങിൻ്റെ കാര്യങ്ങളിൽ എങ്ങനെയാണ് ഇത് റിഫ്ലക്റ്റ് ചെയ്യുക? അപ്പോൾ അതാണ് ഒരു മേജർ കൺസേൺ മിക്കവർക്കും. അതായത് അന്ന് തൊട്ട് പുതിയ ലേബലിംഗ് ആക്കണോ, MRP പഴയത് തന്നെ കൊണ്ടുപോകാമോ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറയാം. അതായത് MRPയുടെ കേസിൽ മെയിൻലി ഇപ്പോൾ വന്നേക്കുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം അപ് ടു 31 മാർച്ച് 2026 വരെ സെയിം പാക്കിംഗ് മെറ്റീരിയൽ, അതായത് ഇപ്പോൾ MRP സെയിം പാക്കിംഗ് മെറ്റീരിയൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം എന്നൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു റേറ്റ് ചേഞ്ചിനായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ആ ഒരു റേറ്റ് ബെനഫിറ്റ് തീർച്ചയായിട്ടും കൺസ്യൂമേഴ്സിന് അത് ഹാൻഡ് ഓവർ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഇതൊരു ആൻറ്റി പ്രോഫിറ്റേറിങ് വെച്ചിട്ട് അത് തീർച്ചയായിട്ടും അത് ഹാൻഡ് ഓവർ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞേക്കുന്നത്, നമ്മുടെ നോട്ടിഫിക്കേഷനിൽ വന്നേക്കുന്നത് MRP അത് ക്രോസ് ചെയ്യാതെ, അതായത് അതിന് മുകളിൽ കൂടെ ഒരു സ്റ്റിക്കർ ഒട്ടിക്കാതെ, അതായത് പഴയ MRP എത്രയാണ്, പുതിയ MRP എത്രയാണെന്ന് അത് രണ്ടും കൃത്യമായിട്ട് വിസിബിൾ ആവുന്നത് പോലെ ഇത് ചെയ്യണം. അതായത് നമ്മൾ ഇപ്പോൾ പുതിയൊരു ലേബലിംഗ് അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യണം എന്നാണ് ഇപ്പോൾ നമ്മളുടെ പുതിയ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത്.